കണ്ണ് പല്ലിന് പല്ല്, വിരലുകൾ ട്രിഗറിലാണ്, അത് മറക്കരുത്. നെതന്യാഹുവിന്റെ തല ചിതറും, ചാവേറുകൾ ജൂതരെ കൊന്നൊടുക്കും. ഇസ്രയേലിന് നേർക്ക് വെറി പിടിച്ചു നിൽക്കുകയാണ് IRGC. ട്രംപിനെ മുൻനിർത്തി കളിക്കുന്നത് ഇസ്രയേലാണെന്നും അവരുടെ നാശം കണ്ടേ ഈ യുദ്ധം തീരാൻ പോകുന്നുള്ളൂ എന്നുമാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കൊലവിളിക്കുന്നത്. ഇറാന്റെ കൊലവിളിക്ക് അങ്ങ് ലെബനനിൽ മറുപടി കൊടുത്ത് ഇസ്രയേൽ സേന. തെക്കൻ ലെബനനിൽ ഹിസ്ബുള്ളയെ ചിതറിച്ചാണ് IDF കളത്തിൽ നിറഞ്ഞത്. ലെബനനും ഇസ്രയേലും തമ്മിൽ വെടിനിർത്തൽ കരാറിലാണ്. എന്നാൽ തെക്കൻ ലെബനനിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കില്ലെന്ന് ഇസ്രയേൽ വ്യക്തമാക്കിയിരുന്നു. ഗാസയിലേതുപോലെ തെക്കൻ ലെബനനിൽ യെല്ലോ ലൈൻ വരച്ച് ഹിസ്ബുള്ളയ്ക്ക് ആണിയടിച്ചിരിക്കുകയാണ് ഇസ്രയേൽ. 26 വർഷങ്ങൾക്ക് ശേഷം തെക്കൻ ലെബനൻ തിരിച്ചുപിടിച്ച് ഇസ്രയേൽ അവിടം തങ്ങളുടെ പൂർണ്ണ നിയന്ത്രണത്തിലാക്കിയിരിക്കുകയാണ്. അതിക്രമിച്ചു കടന്നാൽ ഹിസ്ബുള്ളയെ തീർക്കുമെന്നും IDF പ്രഖ്യാപിച്ചിരുന്നു. ഈ ഭാഗത്തേക്ക് കയറിയ ഭീകരരെയാണ് IDF തീർത്ത് ഇപ്പോൾ ഇറാന് മറുപടി കൊടുത്തത്. ലെബനനിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണം അവസാനിപ്പിക്കണം എന്ന കരച്ചിലായിരുന്നു ഇറാൻ. എന്നാൽ ഇറാൻ നടത്തുന്ന ഏതൊരു പ്രകോപനത്തിനും ലെബനനിൽ അടിച്ചു മറുപടി കൊടുക്കുമെന്നാണ് IDFന്റെ മുന്നറിയിപ്പ്. അമേരിക്കയോട് ഇനി ഒരു ചർച്ചയുമില്ലെന്ന് പ്രഖ്യാപിച്ചു നിന്ന ഇറാൻ സേനയുടെ തലമണ്ട പിളർത്തി ഇറാൻ ഭരണകൂടം. ഇസ്ലാമാബാദിലേക്ക് അബ്ബാസ് അരാഗ്ചി ചർച്ചയ്ക്ക് എത്തിക്കഴിഞ്ഞു. പിന്നാലെ തലങ്ങും വിലങ്ങും ഇപ്പോൾ ഭീഷണികളുമായി കളത്തിൽ നിറയുകയാണ് IRGC. അമേരിക്കയെ കൊല്ലും, ഇസ്രയേലിനെ ആക്രമിക്കും, നെതന്യാഹുവിനെയും ട്രംപിനെയും തീർക്കാൻ ചാവേറുകളെ ഇറക്കും. ഇങ്ങനെ സമനില തെറ്റി പല പിച്ചും പേയും വിളിച്ചു പറയുകയാണ് റവല്യൂഷണറി ഗാർഡ്. ഇസ്ലാമാബാദിൽ നടക്കാൻ പോകുന്ന ചർച്ച പൊളിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് ഇങ്ങനെ നിരന്തരം കൊലവിളികൾ നടത്തുന്നത്. ഞങ്ങൾ വഴങ്ങില്ല, ഞങ്ങളുടെ വിരലുകൾ ട്രിഗറിലാണ്. പശ്ചിമേഷ്യയുടെ ആകാശത്ത് വീണ്ടും യുദ്ധമേഘങ്ങൾ കടുക്കുന്ന ഈ ഘട്ടത്തിൽ അമേരിക്കയും ഇസ്രയേലും മുന്നോട്ട് വയ്ക്കുന്ന സമ്മർദ്ദ നയങ്ങൾക്ക് മുന്നിൽ ഇറാൻ മുട്ടുമടക്കാനേ പോകുന്നില്ല എന്ന് IRGC പ്രഖ്യാപനം. മിസൈലുകൾക്കിടവേള വന്നിട്ടുണ്ടാകാം, പക്ഷേ സംഘർഷത്തിന്റെ രാഷ്ട്രീയവും തന്ത്രപരവുമായ പോരാട്ടം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഉപരോധങ്ങളും ആക്രമണങ്ങളും കൊണ്ട് പൊതിഞ്ഞിട്ടും ഇറാന്റെ രോമത്തിൽ തൊടാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല. രാജ്യത്തിന്റെ സന്നദ്ധതയും വിട്ടുവീഴ്ചയില്ലാത്ത ഐക്യവും ശത്രുക്കളുടെ തല പിളർക്കുമെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നാവികസേനകളുടെ കമാൻഡർമാർ വെല്ലുവിളിച്ചു. രാജ്യത്തിന്റെ സുരക്ഷയും പരമാധികാരവും ഭീഷണിയിലാക്കുന്ന ഏത് നീക്കത്തിനും മറുപടി നൽകാൻ സന്നദ്ധമാണെന്നും സാധ്യതയുള്ള ലക്ഷ്യങ്ങൾ ഇതിനകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നും IRGC വെല്ലുവിളിക്കുന്നു. രാജ്യത്തിനകത്തെ ഐക്യവും ദേശീയ മനോവീര്യവുമാണ് തങ്ങളുടെ ഏറ്റവും വലിയ കരുത്തെന്ന് IRGC ആവർത്തിച്ചു. ഇറാന്റെ പ്രതികാര സിദ്ധാന്തത്തിലും മാറ്റമുണ്ടെന്ന സൂചനകൾ ഉദ്യോഗസ്ഥർ നൽകുന്നു. മുൻപ് കണ്ണിന് കണ്ണ് എന്ന രീതിയിലായിരുന്നു പ്രതികരണം. വീണ്ടും ആക്രമണം ഉണ്ടായാൽ അതിലും ശക്തമായ തിരിച്ചടിയാണ് ഇനി നൽകാൻ പോകുന്നത് എന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ ഉയരുന്നത്. ഇത് വെറും വാചക പ്രതികരണം മാത്രമല്ല, മേഖലയിലെ ഊർജ സൗകര്യങ്ങൾ, സൈനിക താവളങ്ങൾ, തന്ത്രപ്രധാന അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയെ ചുറ്റിപ്പറ്റിയുള്ള വലിയ ഭൂപ്രദേശീയ സന്ദേശവുമാണ്. ഇറാന്റെ എണ്ണ മേഖലയെ ലക്ഷ്യമിടുന്ന ഏത് നീക്കവും അതേ മേഖലയിലുള്ള ആക്രമണകാരികളുടെ താല്പര്യങ്ങൾക്കും തിരിച്ചടിയാകാം എന്നതാണ് ഈ മുന്നറിയിപ്പിന്റെ ഉള്ളടക്കം. ഞങ്ങളെ എങ്ങനെയാണോ നിങ്ങൾ ആക്രമിക്കാൻ പദ്ധതിയിടുന്നത് അതേ രീതിയിൽ തിരിച്ചടി നൽകും എന്നുള്ള മുന്നറിയിപ്പാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് പുറത്തെടുത്തിരിക്കുന്നത്. അബ്ബാസ് അരാഗ്ചി ഇസ്ലാമാബാദിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അവിടെ അമേരിക്കൻ പ്രതിനിധികളുമായി ചർച്ചകൾ നടക്കാനിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഇസ്രയേലിന് നേർക്ക് കൊലവിളികളുമായി ഇറാൻ രംഗത്ത് എത്തിയിരിക്കുന്നത്. ഇസ്രയേലിനെ ആക്രമിക്കാൻ ഞങ്ങളൊരു പദ്ധതി ഇട്ടിട്ടുണ്ടെന്നും അത് നടപ്പാക്കുമെന്നും IRGC വെല്ലുവിളിക്കുമ്പോൾ അമേരിക്ക മറ്റൊരു വഴിക്കൂടെ ഇറാനെ പൂർണ്ണമായും ഒരു കരാറിൽ എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. അതായത് ഒരു യുദ്ധം ഒഴിവാക്കുക എന്നുള്ള നീക്കത്തിലേക്ക് അമേരിക്ക എത്തുകയാണ്. പക്ഷേ ഇസ്രയേൽ ആഗ്രഹിക്കുന്നതും ഒരു യുദ്ധം തന്നെയാണ്. അവർക്ക് ഇറാൻ റവല്യൂഷണറി ഗാർഡിനെ തീർത്തേ മതിയാകൂ എന്ന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. കാരണം ആയത്തുള്ള അലി ഖമനേയി ഉണ്ടായിരുന്ന കാലത്തെ ഭരണകൂടത്തെക്കാൾ തീവ്രമായ ഒരു ഭരണകൂടത്തിന്റെ കൈകളിലേക്കാണ് ഇപ്പോൾ അധികാരം എത്തിയിരിക്കുന്നത്. അതായത് IRGC ആണ് ഇപ്പോൾ അവിടെ ഭരിക്കുന്നത്. ഇറാന്റെ ഭരണകൂട പ്രതിനിധികൾ, അതായത് മസൂദ് പെസഷ്കിയാനും അബ്ബാസ് അരാഗ്ചിക്കുമൊന്നും വലിയ റോളുകളില്ല. ഈ ഒരു ഘട്ടത്തിൽ മൗനമായിരുന്നുകൊണ്ട് മിസൈൽ സംവിധാനങ്ങൾ വീണ്ടും ശക്തമാക്കുകയും മിസൈൽ പരീക്ഷണങ്ങൾ നടത്തുകയും മിസൈൽ നിർമ്മിച്ചെടുക്കാനുള്ള നീക്കം തകൃതിയാക്കുകയും മറ്റൊരു വഴിക്കൂടെ കൈവശമുള്ള യുറേനിയം ഉപയോഗിച്ച് ആണവായുധം നിർമ്മിക്കാനുള്ള ഒരു പരക്കം പാച്ചലിലേക്കും IRGC എത്തിയിട്ടുണ്ട്.
ഇത് കൃത്യമായി അറിയാവുന്നത് കൊണ്ട് തന്നെ ഇസ്രയേൽ ഒരു ആക്രമണത്തിന് തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ഇസ്രയേൽ ആക്രമിക്കാൻ പൂർണ്ണമായി സജ്ജമായി എന്ന് മനസ്സിലായ IRGC ആണ് അവരും സൈന്യത്തെ മുഴുവൻ തയ്യാറാക്കി എപ്പോൾ വേണമെങ്കിലും ഒരു യുദ്ധം ഉണ്ടാകാം, അതിനെ നേരിടാൻ ശക്തമായി നിൽക്കണം എന്ന മുന്നറിയിപ്പ് കൊടുത്തു കഴിഞ്ഞു. അതായത് ഇരു കൂട്ടരും ഒരു യുദ്ധത്തിന് തയ്യാറായി നിൽക്കുകയാണ്. മറ്റൊരു വഴിക്കൂടെ അമേരിക്ക ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഒരു സമാധാനമാണ്. കാരണം ഹോർമുസിൽ പഴയപടി കാര്യങ്ങൾ എത്തണം. ലോകരാജ്യങ്ങൾ മുഴുവൻ ഇപ്പോൾ അമേരിക്കയ്ക്ക് നേരെ സമ്മർദ്ദം തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ട്രംപിന് ഒരു വഴിക്കൂടെ ആശങ്ക കൂടുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിന് ഇപ്പോൾ ഒരു വിരാമം ഇടേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇസ്ലാമാബാദിൽ ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്. മുൻപ് അമേരിക്ക വെടിനിർത്തൽ കരാർ നീട്ടിയപ്പോൾ ഇസ്രയേൽ വീണ്ടും ഇടഞ്ഞ് രംഗത്ത് വന്നിരുന്നു. എന്തിനാണ് വെടിനിർത്തൽ കരാർ നീട്ടിയത് എന്ന ചോദ്യമായിരുന്നു ഉയർന്നത്. എന്നാൽ അപ്പോൾ ട്രംപ് മുന്നറിയിപ്പ് കൊടുത്തത് നിങ്ങൾ ഒന്ന് ക്ഷമിക്കൂ എന്നുള്ളതായിരുന്നു. അവരെ ആണവ കരാറിൽ ഒപ്പുവെപ്പിക്കാനാണ് ഞാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉപരോധങ്ങൾ കൊണ്ട് ഇറാനെ വരിഞ്ഞു മുറുക്കി കഴിഞ്ഞിട്ടുണ്ട്. ഹോർമുസിൽ വലിയ തിരിച്ചടി അവർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ അവർക്ക് മുട്ടുമടക്കേണ്ടി വരുമെന്നും അവർ ചർച്ചകൾക്ക് തയ്യാറായി വരുമെന്നും ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇസ്രയേൽ അതിൽ വലിയ ഒരു വിശ്വാസം പ്രകടിപ്പിച്ചിരുന്നില്ല. കാരണം IRGC ഇങ്ങനെ കൊലവിളിയുമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു സമാധാന കരാറിലേക്ക് എത്താൻ ഇറാൻ തുനിയില്ല എന്ന് ഇസ്രയേലും കണക്ക് കൂട്ടിയിരുന്നു. പക്ഷെ ഇവിടെ ഇസ്രയേലിന്റെ കണക്ക് കൂട്ടലുകൾ തെറ്റി. ട്രംപ് കണക്ക് കൂട്ടിയത് എന്താണോ ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തി.